കുലദൈവത്തെ ഉപാസിച്ചുകൊണ്ട് ആ തറവാട്ടിലെ ആ ഒരു കാർമ്മികൻ പരമമായ ആ പരതത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കർമ്മം മറ്റൊരാൾക്ക് കൊടുക്കുക ചെയ്യുക. കാരണം ഇനി നീ ഇത് പ്രാക്ടീസ് ചെയ്തോ, എനിക്ക് നേരത്തെ അവരൊക്കെ പറഞ്ഞല്ലോ ആ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കുലദൈവം അന്വേഷിക്കുകയാണ് എല്ലാവരും. കുലദൈവം അന്വേഷിക്കുമ്പോൾ ഒന്ന് സമുദായ നാമം കൊണ്ട് കുലദൈവത്തെ അറിയാൻ പറ്റും. നമ്മളൊരു ഓപ്ഷൻ പറയാം, സമുദായത്തിന് നാമം കിട്ടിയാൽ കുലദൈവത്തെ അറിയാൻ പറ്റും. അതായത് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന മൂലയാണ് എന്താ നമ്മുടെ സമ്പാദ്യം. കേരള മുഖ്യമന്ത്രി അറിയുന്നതാണ്, തമിഴ്നാട് മുഖ്യമന്ത്രി അറിയണേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ടുപേരും പറയുന്നത് എടുക്കാൻ സാധ്യത. ശരിക്കും അതിനെന്താ കാരണം പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് എന്ന കേരളത്തിന്റെ എവിടെയാണ്? അറബിക്കടല. പരദേവതയെ ഉപാസിക്കുന്നത് മാത്രമേ ശരിയായതുള്ളൂ എന്നും ഞങ്ങൾ ഇവിടെ സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടാവണില്ലേ? മറ്റു പല പ്രതിഷ്ഠകളും പഴയ കാലത്തെ മൃഗബലി കൊടുത്ത് ഉപാസിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് അങ്ങ് പറയാമോ? ബാബാജിയോടാണ് ചോദ്യം. ഒപ്പം ഞാനൊരു ചോദ്യം കൂട്ടിച്ചേർക്കുന്നു, എന്താണ് ആദ്യത്തെ ചോദ്യം തന്നെ ഈ പരദേവതയെ ഉപാസിച്ചാൽ പോരെ മറ്റു ദേവതകളെ പൂർവ്വകാലങ്ങളിൽ മദ്യമത്സ്യ മാംസാദികൾ കൊണ്ട് ഉപാസിച്ചിരുന്ന ആ മൂർത്തികളെയൊക്കെ ആരാധിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചേ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണല്ലോ ചോദ്യം. ചോദ്യകർത്താവ് ഇല്ലെങ്കിൽ ആളില്ലെങ്കിലും അതല്ലേ ഏകദേശം നിങ്ങൾ മനസ്സിലാക്കിയത്? ഓക്കെ. അപ്പോൾ അവിടെ ആദ്യം അതിൽ രണ്ടാമത്തെ ചോദ്യം ഉണ്ട്, അത് തന്നെയാണ് വലിയ പ്രശ്നം. എന്താ വെച്ചാൽ അവിടെ രോഹിത്ജി ചോദിച്ച ചോദ്യമുണ്ട്, എന്താണ് പരദൈവം? ആ എന്താണ് പരദൈവം എന്ന് ചോദ്യകർത്താവിന് അറിയുമെന്ന് പോലും നമുക്കറിയില്ല. കാരണം പരദൈവത്തെ ഉപാസിച്ചാൽ പോരെ മറ്റുള്ളതിനെ ഉപാസിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താണ് മറ്റു ദൈവങ്ങളും ഈ പരദൈവവും തമ്മിലുള്ള മാറ്റം കണ്ടേ നമുക്കറിയില്ല. അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലായതിൽ നിന്നുള്ള മറുപടിയാണ് നമ്മൾ തരുന്നത്. ശരിക്കും ദേവതാ സങ്കല്പങ്ങളിൽ, പ്രത്യേകിച്ച് കുടുംബ ദൈവ സങ്കല്പങ്ങളിൽ രണ്ട് ദേവതകളെ കുറിച്ച് വേണം. ഒന്ന് പരദൈവം, മറ്റൊന്ന് കുലദൈവം. കുലദൈവവും പരദൈവവും, പരദേവതയും കുലദേവതയും തമ്മിലുള്ള വ്യത്യാസം, കുലത്തിനെ എപ്പോഴും അത് കർമ്മസംബന്ധിയായിട്ട് അവരുടെ തൊഴിലുമായും ധർമ്മവ്യവസ്ഥയുമായിട്ട്, കുലധർമ്മം എന്നൊക്കെ പറയും, അപ്പം ധർമ്മവ്യവസ്ഥയുമായിട്ടും കർമ്മവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് കുലദൈവത്തെ ആരാധിക്കുന്നത്. കുലദേവത സ്ഥിതി ചെയ്യുന്നത് തറവാട്ടിലെ തറവാട്ടമ്മ ഭഗവതി അല്ലെങ്കിൽ മറ്റു പല പേരിലും വിളിക്കും. പക്ഷെ നമ്മൾ ആ ഒരു കുടുംബത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ കുടുംബ കാരണവർ, ആ വ്യക്തിയെ സംബന്ധിച്ച് അവിടുത്തെ കർമ്മി ആരുമാകട്ടെ, ആ വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന, നിങ്ങൾ കുണ്ഡലിനി ശക്തി എന്നൊക്കെ വിളിക്കും, ജീവശക്തിയെയാണ് കുലദൈവം എന്ന് വിളിക്കുന്നത്. ആ കുലദേവതയെ ഉപാസിക്കുമ്പോൾ, കുലദേവത അത് ശക്തി സാധനയാണ്. ആ കുലദൈവത്തിന് അതാത് കുലത്തിന് വിധിച്ചിട്ടുള്ള, ഓരോ കുലത്തിനും ഓരോ കുലദേവതയ്ക്കും ഇന്ന വിധാനത്തിലാണ് ആരാധിക്കേണ്ടതെന്ന് പൂർവ്വസൂരികൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുലദേവതയ്ക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ വിധാനത്തിലാണ് അവർ ആരാധിക്കേണ്ടത്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പുറത്ത് ഒരുപാട് കാറ് കിടക്കുന്നുണ്ട്, എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു മേഖലയാണ് വാഹനങ്ങൾ. എന്നിരുന്നാൽ പോലും നമുക്കൊരു വിശ്വാസം, ഇവിടെ ഇപ്പോൾ ഒരു കറുത്ത കളർ, വേറെ അറിയില്ല, എന്തെങ്കിലും കണ്ടിട്ട് ഈ ഭാഗത്തൊരു കറുത്ത കളറുണ്ട്, അപ്പുറത്തൊരു വെള്ള കളറുണ്ട്, രണ്ട് കമ്പനി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ മെക്കാനിസം വ്യത്യാസം ഉണ്ടാവും. ഇത് പറയാനാണ് അത് ഉപയോഗിച്ചത്. അപ്പോൾ എന്തായാലും ശരി, ഇതിൻ്റെ മെക്കാനിസം കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതാത് കുലത്തിൻ്റെ സമ്പ്രദായത്തിൽ പൂർവ്വസൂരികൾ എന്തു പറഞ്ഞോ അതേ വിധാനത്തിൽ ഉപാസിക്കണം കുലദൈവത്തെ. എന്നാൽ മാത്രമേ ഉള്ളൂ ആ വ്യക്തിയുടെയും ആ കുടുംബത്തിൻ്റെയും മൂലാധാരം എന്ന് പറഞ്ഞാൽ ബേസാണ്. ആ ബേസ് വർക്ക് ചെയ്ത് അവർക്ക് ഉന്നതി പ്രാപിക്കാൻ പറ്റുള്ളൂ. അതാണ് കുലദൈവം. ആ കുലദൈവവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മൾ ശ്രീചക്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ശ്രീചക്രത്തിൽ ഈ ഭാഗം വരുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബാഹ്യാഭരണമാണ്, നവാഭരണങ്ങളാണ് ശ്രീചക്രത്തിലുള്ളത്. അതിൽ ബാഹ്യാഭരണത്തിൽ ത്രൈലോക്യമോഹന ചക്രം എന്നാണ് പറയുക. ത്രൈലോക്യമോഹന ചക്രത്തിൽ ഏറ്റവും ബാഹ്യമായിരിക്കുന്ന ആവരണം, ആ ആവരണത്തിൽ സിദ്ധിദേവതകളാണ്. സാധാരണ അഷ്ടസിദ്ധികളാണെങ്കിൽ ശ്രീചക്രത്തിൽ 10 സിദ്ധിദേവതകളാണ്. ആ സിദ്ധിദേവതകളും അകത്തുള്ള മാതൃക്കളും അഷ്ടമാതൃക്കളും പിന്നീടുള്ള 10 മുദ്രാദേവതകളാണ്, 28 മൂർത്തികളാണ് ശ്രീചക്രത്തിലുള്ളത്. അപ്പം അത് മൂലാധാരസ്ഥിതമാണ്. ആ മൂലാധാരസ്ഥിതം വരുമ്പോൾ അവിടെ തന്നെ 28 ദേവതകളുണ്ട്. അതിന് അധിഷ്ഠാന ദേവതയുണ്ട്, ത്രിപുരയായിട്ട് അധിഷ്ഠാന ദേവതയുണ്ട്, പരാശക്തി. അപ്പോൾ ആ പരാശക്തിയെ ഉപാസിക്കുമ്പോൾ അതിൻ്റെ പരിവാരങ്ങൾ കൂടി ഉപാസിക്കപ്പെടുന്നു അല്ലെങ്കിൽ പെടണം എന്ന പോലെ കുലദൈവത്തെ ആരാധിക്കുമ്പോൾ കുലദൈവം മാത്രമല്ല അതിൻ്റെ പരിവാരങ്ങളും ആരാധിക്കപ്പെടണം. ഇപ്പൊ കുലദൈവം ചോദ്യമില്ലെങ്കിലും ആദ്യം പറയാം, കുലദൈവ പരിവാരങ്ങൾ, അത് മൂലാധാരസ്ഥിത പറഞ്ഞു. അടുത്തതാണ് തറവാട്ടിൽ. കുലദൈവം എപ്പോഴും തറവാടുകളിൽ പുറത്താണിരിക്കുക. ഇപ്പൊ കാളി ഇത്തരം മൂർത്തികളൊക്കെ, വടുകൻ അല്ലെങ്കിൽ ഭൈരവൻ,
ഗണ്ഡാകർണൻ, നമ്മുടെ നാട്ടിൻപുറത്ത് ഇവിടെയൊക്കെ ആണെങ്കിൽ അത്തരം ഒരുപാട് മൂർത്തികളെ കാണാൻ പറ്റും. അവരൊക്കെ തറവാടിന് പുറത്താണ് ഇരിക്കുക. എന്നാൽ തറവാടിനകത്തുള്ള മൂർത്തികളുണ്ട്. ഇതാണ് പരദേവത. പരദേവത എന്തുകൊണ്ടാണ് അകത്ത് വന്നേ? കുലം എന്ന് പറയുമ്പോൾ സ്വയമായിട്ട് ബാഹ്യമാണ്. കുലം പൃഥ്വി തത്വമാണ്, ഭൂമിയാണ്. അപ്പൊ ബാഹ്യമാണ്. ബാഹ്യമായതുകൊണ്ട് പുറത്തിരുന്നു. പര എന്താണ്? പര എന്ന് പറഞ്ഞാൽ പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ പര എന്ന് പറഞ്ഞാൽ പരമായിരിക്കുന്ന സത്യത്തിന്റെ സ്വരൂപത്തിലായിരിക്കുന്നത്. അതെങ്ങനെയാണ്? അത് ഗുപ്തമായിട്ടായിരിക്കും. അതുകൊണ്ട് വീടിന്റെ ഉള്ളിലായിരിക്കുക. ഇതിന്റെ ഒരു സ്വരൂപമായിട്ട് സാധാരണ തറവാടുകളിൽ ഭുവനേശ്വരി, അതിപ്പോൾ ഇല്ലെങ്കിൽ ചില സമുദായങ്ങളിൽ നീലി, ഇത്തരം കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. മലവാരത്തമ്മയൊക്കെ പറയും. ഇത്തരം കാര്യങ്ങൾ പരദേവതയാണ്. പരദേവത സാക്ഷാൽ പരമമായിരിക്കുന്ന സത്യത്തിന്റെ, പരമേശ്വര പരബ്രഹ്മ തത്വത്തിന്റെ സ്ത്രൈണഭാവത്തിലോ പുരുഷഭാവത്തിലോ ആണ് അകത്തിരിക്കുക. അതാണ് പരദൈവം. ആ പരദൈവത്തിന് പറ്റിയ എന്താ? കുലദൈവത്തെ ഉപാസിച്ചുകൊണ്ട് തൻ്റെ കുണ്ടലിനി ശക്തി, തൻ്റെ ജീവശക്തിയെ ഉയർത്തിയെടുത്താൽ ആധാരങ്ങൾ ഭേദിച്ച് അത് പരമമായിരിക്കുന്ന പരാശക്തിയിൽ വിലയമൃഗ പരമേശ്വരിലെത്തും. അവിടെയാണ് നേരത്തെ പറഞ്ഞ ബോധോദയമൊക്കെ ഈ കുലദൈവത്തിലൂടെ സാധ്യമാവുന്നത്. മെഡിറ്റേഷനിലും മറ്റുള്ളതും നിങ്ങൾ ചെയ്യുന്ന ഈ സാധനം കുലദേവത ഉപാസനയിൽ ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ പ്രകാശിക്കുന്ന, പരമമായി പ്രകാശിക്കുന്ന പ്രപഞ്ച സത്യം അതാണ്. അതും തന്നെ ഉപാസന ചെയ്യേണ്ടതുണ്ട്. അവിടെയും ഉപാസനയ്ക്കുള്ള ദ്രവ്യം. പരദേവതയെ മാത്രം ഉപാസിച്ചാൽ പോരെ, മറ്റ് മത്സ്യമാംസകൾ കൊണ്ട് ഉപാസിക്കണോ ചോദിച്ചാൽ പരദേവതയ്ക്ക് പോലും ചിലപ്പോൾ നിങ്ങൾ ഈ പറയപ്പെട്ട ദ്രവ്യങ്ങളെ കൊണ്ട് പൂജ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ പൂർവികർ. നമ്മളല്ല, നിങ്ങളുടെ പൂർവികർ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന് സത്യം ചെയ്ത് സ്വീകരിച്ച മാർഗമാണെങ്കിൽ അതേ മാർഗം തന്നെ അവിടെയും അവലംബിക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റു മൂർത്തികൾക്ക് അതുണ്ട്, ഇതിനില്ല എന്നുള്ളതല്ല. ഇതെല്ലാം അവിടുത്തെ സാധനാ പാരമ്പര്യം. നമ്മുടെ സാധാരണ വീട്ടിൽ മുത്തപ്പന്മാർ എന്നൊക്കെ പറയും. മുത്തപ്പന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ വേറൊന്നും കരുതണ്ട. മുത്തപ്പൻ എന്നെ തന്നെ ശിഷ്യർ ഇവിടെ കുറച്ച് ആൾക്കാർ മുത്താന്നാണ് വിളിക്കുക. ഈ മുത്തൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മുക്തി നേടിയവെന്ന ബുദ്ധ പാരമ്പര്യത്തിൽ ബുദ്ധൻ എന്ന് വിളിക്കും. എന്നാൽ മലബാര സമ്പ്രദായത്തിൽ ആ മുക്തി, മോക്ഷം എന്നുള്ളതിനെ മുക്തൻ എന്നാ വിളിക്കുക. സ്ത്രീകളാണെങ്കിൽ മുക്തി എന്ന് പറയും. ആ ക്യൂ ഒക്കെ പോയിട്ട് എന്താവും? മുക്തി, മുത്തൻ എന്നൊക്കെ കേൾക്കും. അപ്പോൾ നമുക്കിത് എന്താണ്? ഇതൊക്കെ പ്രത്യേകിച്ച് മലയാളം കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും പുച്ഛമാണ്. അപ്പോൾ ആ രീതിയിലേക്കാണ്. അപ്പം അത്തരം ആചാര്യന്മാർ, ഗുരുക്കന്മാർ നമ്മുടെ തറവാട്ടിൽ ചില വ്യവസ്ഥകൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവിടെ ഈ പറഞ്ഞ ദ്രവ്യമൊക്കെ അവർ ശബ്ദം ചെയ്ത് നടത്തണം. അത് വേണോന്ന് ചോദിച്ചാൽ പണ്ടുള്ളവർ എപ്രകാരമാണോ ശാസ്ത്രവിധി അനുസരിച്ച്, വെറുതെ ഇങ്ങോട്ട് പോയിട്ട് നമ്മുടെ മീശമാധവൻ സിനിമയിൽ ദിലീപൊക്കെ പാടെ പോകുമ്പോൾ അമ്പലത്തിൻ്റെ അവിടെ പടക്കം പൊട്ടുമ്പോൾ ഒരു സീനുണ്ടല്ലോ, എന്ന് പറയുമ്പോൾ അയാളിന് വീഴില്ലേ. ഇത് പറഞ്ഞാൽ പണ്ടുള്ള കാരണവന്മാർ ചിലപ്പോൾ പട്ടയടിക്കാൻ വേണ്ടിയിട്ട് മീൻചാറ് വെച്ചെന്ന് വെച്ചാൽ അത് നിങ്ങൾ കൊണ്ടുപോയിട്ട് പൂജയ്ക്ക് വെക്കണം എന്നില്ല. എന്നാൽ വിധിപ്രകാരം ശാസ്ത്രയുക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ വിധാനം തന്നെ പോകണം. അതുകൊണ്ട് അത് ചെയ്യണോ ചോദിച്ചു കഴിഞ്ഞാൽ പരിവാരങ്ങളോടുകൂടി, ഇത് തന്ത്രശാസ്ത്രത്തിൻ്റെ പ്രത്യേകത, പരിവാരങ്ങളോടുകൂടി വിധിപ്രകാരം ചെയ്താലേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. യഥാവിധി പണ്ടുള്ളവർ എന്ത് ചെയ്തോ അറിഞ്ഞാചരിക്കണം. ധർമ്മദേവത പ്രസാദിച്ചേ കിളിർപ്പൂ തറവാടുകൾ, അപ്പം മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല. കാലിനാണ് കേടെങ്കിൽ കാലിനെ ഒഴിയുക, കയ്യിനാണെങ്കിൽ കയ്യിന് ഒഴിയുക. അപ്പം അതും എന്ത് എണ്ണയിട്ട് ഒഴിയണം എന്നുള്ളതൊരു നിശ്ചയം ഉണ്ടെങ്കിൽ അതേ രീതിക്ക് തന്നെ ചെയ്തു പോകണം. ഇത്രയാണ് അതിൽ പറയാനുള്ള ക്ലാരിഫിക്കേഷൻ. വന്നില്ലെങ്കിൽ ചോദിച്ചാൽ വീണ്ടും പറയുന്നത് കുലദൈവം, പരദൈവം. രണ്ട് കുലദൈവത്തെ ഉപാസിച്ചാൽ മാത്രമേ പരദൈവ പ്രകാശം ഉണ്ടാവുള്ളൂ. പരദൈവം അത് ഈ കുലദൈവത്തെ അതും കൂടി പെട്ടു. ആജീവനാന്തം ഉപാസിക്കാൻ രീതിയില്ല. കുലദൈവത്തെ ഉപാസിച്ചുകൊണ്ട് ആ തറവാട്ടിലെ ആ ഒരു കാർമ്മികൻ പരമമായ ആ പരതത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കർമ്മം മറ്റൊരാൾക്ക് കൊടുക്കുക ചെയ്യുക. കാരണം ഇനി നീ ഇത് പ്രാക്ടീസ് ചെയ്തോ, എനിക്ക് നേരത്തെ അവരൊക്കെ പറഞ്ഞല്ലോ ആ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അയാൾ പിന്നെ വലിയ സ്വാമിയായിട്ടോ ഒക്കെ ആയിട്ട് ആ വീട്ടിൽ യോഗീശ്വരനൊക്കെ ആയിട്ടിരിക്കും. പിന്നീട് ആ വീട്ടിൽ ചിലപ്പോൾ മുത്തപ്പൻ എന്ന് പറഞ്ഞൊരു കുടിവെപ്പൊക്കെ കാണാൻ പറ്റും. ആദിഗുരു, പടിമാനഗുരു എന്നൊക്കെ പറഞ്ഞ പല പേരുകളിൽ. അത് ആ വീട്ടിലെ ഈ പൂർവീകമായിരിക്കുന്ന സിദ്ധരാണ് ആ രീതിയിൽ ആരാധിക്കപ്പെടുന്നത്. അതിന് ശേഷം അടുത്ത ആള് അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള കുടുംബത്തിലെല്ലാവരും ഈ തന്ത്രസ്ഥാനിലെ കുലദൈവ സാധന ചെയ്യും. അതാണ് കുലദേവതാ സാധനയിൽ പരദൈവം, കുലദൈവം. ബാബാജി, ഈ കുലദൈവവും പരദൈവവും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതായത് നിരന്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായിട്ടൊരു ജ്യോതിഷൻ്റെ അടുത്ത് എത്തുന്നു അല്ലേ? ജ്യോതിഷൻ അവിടെ പറയുന്നു നിങ്ങൾ കുലദേവതയെ കണ്ടുപിടിക്കുക, പൂജ ചെയ്യുമെന്ന് പറയുന്നു. അതിൽ പ്രോബ്ലം സോൾവ് ആവുമെന്ന് പറയുന്നു. നല്ല ജ്യോതിഷന്മാർ, നല്ലതെന്ന് പറയുന്നത് കമേഴ്ഷ്യലൈസ്ഡ് അല്ലാത്തവർ, മറ്റു പലവർ പല രീതിയിലും പരിഹാരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണപ്പെട്ട ഇപ്പോൾ ന്യൂജൻ ഫാമിലി പല ആൾക്കാരും പുറം രാജ്യങ്ങളിലായിരിക്കും. സോ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, പുള്ളിക്കാരൻ US അപ്പോൾ ഇവർക്കൊന്നും ചിലപ്പോൾ കുലദൈവം അല്ലെങ്കിൽ പരദൈവം അറിയില്ല. അപ്പോൾ അതെന്താ സൊല്യൂഷൻ? എന്തെങ്കിലും റെമഡിയൽ മെഷേഴ്സ് ഉണ്ടോ? കുറേ ഇപ്പോൾ വലിയൊരു വിഷയമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ആശ്രമത്തിൽ പുതിയൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ 100-300 ആളാണ് ഓൺലൈനിൽ ഈ കുലദൈവം ആരെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ
ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു പ്ലാറ്റ്ഫോമിൽ 1000-1500 ആളെ വെച്ച് അങ്ങനെ സംഭവം ചെയ്യാൻ പോവുക. അപ്പോൾ ഈ കുലദൈവം അന്വേഷിക്കുകയാണ് എല്ലാവരും. കുലദൈവം അന്വേഷിക്കുമ്പോൾ ഒന്ന് സമുദായ നാമം കൊണ്ട് കുലദൈവത്തെ അറിയാൻ പറ്റും. നമ്മളൊരു ഓപ്ഷൻ പറയും, സമുദായത്തിന് നാമം കിട്ടിയാൽ കുലദൈവത്തെ അറിയാൻ പറ്റും. മറ്റൊന്ന് ജ്യോതിഷം കൊണ്ട് നമുക്ക് കുലദൈവം അല്ലാണ്ട് സ്വന്തം കുലത്തിൽപ്പെട്ട അതേ കുലത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കും. അത്തരം ആളുകളുടെ കുലദൈവവുമായി ബന്ധപ്പെട്ടിട്ടും നമുക്ക് നമ്മുടെ കുലദൈവത്തെ അറിയാൻ പറ്റും. അപ്പം ഈ 3 വിധാനത്തിലൂടെ കുലദൈവത്തെ അറിയാം. ഇതൊന്നും അല്ല ഒരു മാർഗം ഉണ്ടോ ചോദിച്ചാൽ സിമ്പിളായിട്ട് നമ്മൾ എല്ലാവരോടും പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരറിയുമല്ലോ, നിങ്ങളുടെ തറവാട്ട് പേരറിയുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വടക്കേതിൽ രാമകൃഷ്ണൻ്റെയും ജാനകിയുടെയും മകളാണ് നിങ്ങളെങ്കിൽ വർഷത്തിലോ മാസത്തിലോ എന്നാ നിങ്ങൾക്ക് കുലദൈവത്തെ പോയി വർഷത്തിലൊരിക്കലും മതി എന്നാണ് വിധി. വർഷത്തിലൊരിക്കൽ വരാൻ കാരണം നമ്മളുടെ ഒരു വർഷമാണ് ദേവതകളുടെ ഒരു ദിവസം എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പം അങ്ങനെ വരുമ്പോൾ വർഷത്തിൽ പണ്ടും അങ്ങനെ തന്നെയാണ്, എല്ലാവരും എല്ലാ പണിക്കും പോകും, വർഷത്തിലൊരിക്കലാണ് ഈ ദൈവത്തിന് കൊടുക്കലൊക്കെ. ഇന്ന് ആസ്തി വർദ്ധിച്ചപ്പോൾ എന്നും ദൈവത്തിന് തിന്നാൻ കൊടുക്കുന്ന രീതിയായിട്ട് മാറിയിട്ടുണ്ട്. ദഹനക്കേടും ഉണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ രീതിക്ക് നമ്മൾ എന്താണ്, വർഷത്തിലൊരിക്കലെങ്കിലും വീട്ടിലൊരു വിളക്ക് വെച്ച് നമ്മൾ എന്തൊക്കെയാണോ കഴിക്കാറ്, എന്ത് കഴിച്ചാലും കുഴപ്പമില്ല, എന്തൊക്കെയാണോ അതൊരു വിളക്കത്ത് ഇലയിൽ എവിടെയെങ്കിലും വിളമ്പി വെച്ച് ഈ വടക്കേതിൽ രാമകൃഷ്ണൻ്റെയും ജാനകിയുടെയും മകനായ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും അവരുടെ പൂർവികരും ഉപാസിച്ചിരുന്ന ദേവതയെയും തൽപരിവാരങ്ങളെയും ഈ വിളക്കിൻ്റെ നാളത്തിലേക്ക് ആവാഹിക്കുന്നു. നിങ്ങൾ ഈ വിളക്കിൽ സാന്നിധ്യമായിക്കൊണ്ട് ഞാൻ നൽകുന്ന ഈ നിവേദ്യാദികളെ സ്വീകരിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും കുടുംബാദികളെയും കുടുംബ ഐശ്വര്യത്തെയും കർമ്മത്തെയും വിദ്യയെയും എക്സെട്രാ അതിനെല്ലാം അനുഗ്രഹിച്ച് എനിക്ക് നേർവഴി കാണിക്കണം. എനിക്കറിയുന്ന മാർഗത്തിൽ ലളിതമായി ഞാൻ ചെയ്തിരിക്കുന്നു. എൻ്റെ അറിവ് പരിമിതമാണ്. എനിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അരിയും പൂവൊക്കെ ഇട്ട് വിളക്കത്ത് വെച്ച് പ്രാർത്ഥിക്കുക. 2 മിനിറ്റ് മാറി നിൽക്കുക. അതിനുശേഷം വീണ്ടും വരിക, വീണ്ടും ഒന്ന് അരിയും പൂവിട്ട് പ്രാർത്ഥിക്കുക. പ്രസാദം എന്ന രൂപേണ ഇതെടുത്ത് എല്ലാവരും വട്ടത്തിലിരുന്ന് കഴിക്കുക. ഒരു ചെറിയ പങ്ക് എന്ത് ചെയ്യുക, പുറത്തു വയ്ക്കുക. പട്ടിയോ പൂച്ചയോ കാക്കയോ ഈച്ചയോ കൊതുകോ എന്ത് വേണേലും കഴിച്ചോട്ടെ. അതൊരു സാമാന്യ മര്യാദ ഭൂതയജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് അത് അതിന് കൊടുത്ത് ബാക്കിയുള്ള നമ്മൾ കഴിക്കുന്നതോടെ സിമ്പിളായിട്ട് കുലദേവതാ പൂജനം നടന്നു. വർഷത്തിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ പോക്കറ്റിലൊരു 100 രൂപ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പൂർത്തിയുടെ എന്താണ് ചെയ്തത് ശരിയായില്ല. മറ്റേ അത്ഭുത ദ്വീപിൽ ആ കുള്ളൻ സ്വാമി പറഞ്ഞ പോലെ ഹോമം വേണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല കുമ്പയുള്ള കൊടവയറുള്ളൊരു പൂണോൽ ധരിച്ച ഒരാൾ വന്ന് പൂജിച്ചാലേ തൃപ്തിയാകൂ എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇത് ചെയ്താൽ മതി, ദേവതയുടെ പേരറിയണ്ട, നാളറിയണ്ട, തറവാട്ട് പേരും അച്ഛനമ്മമാരുടെ പേര് പറഞ്ഞാൽ മതി. ഈ ദുരിതം നമ്മൾ പറഞ്ഞ ഭാഷ അതൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എന്ത് കൂതറ ഭാഷയിലും സംസാരിക്കാം, കാര്യം പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സന്തോഷം. അടുത്ത ക്വസ്റ്റ്യൻ ആരാ ഇവിടെ? ഹലോ എനിക്ക് വാസ്തു ആചാര്യോട് സ്വത്ത് ചോദിക്കാനുള്ളത്, ഒരു വീടിന്റെ മൂല കോണുകൾ എങ്ങനെയാണ് കണക്കാക്കുക? പറഞ്ഞോളൂ. അല്ല, ഒരു വീടിന്റെ നമ്മ പറയല കന്നിമൂല ഇത് അഗ്നിമൂല ഇത് അത് എങ്ങനെയാണ് കണക്കാക്കുക? അതെങ്ങനെയാണ് കാണുന്നതെന്നല്ലേ? എങ്ങനെയാണ് കണക്കാക്കുന്നത്? കാൽക്കുലേഷൻ മെത്തേഡാണ് ചോദിച്ചേക്കുന്നത്. സാധാരണ ഇതിൽ നമ്മൾ ഒരു പുതിയ വീടിന് കുറ്റിയടിക്കുമ്പോൾ വടക്കു നോക്കി വെച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷൻ കറക്റ്റ് ചെയ്യുക. ഇന്നിപ്പോ ഇവിടെ കണ്ടുവരുന്നത് എന്താ വെച്ചാല് പറമ്പ് ചെരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ വീടും ചെരിച്ചു വെക്കും. എന്നിട്ട് അതിന്റെ കന്നിമൂല അതിന്റെ അഗ്നികോണും പറഞ്ഞ കോർണേഴ്സ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പൊ വീടുകൾ ഉണ്ടാക്കുന്നത്. അത് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യമാണ്. ഒന്ന് സ്പേസ് മാനേജ്മെന്റ്, 2 ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയും. കണ്ടാൽ നല്ല ഭംഗി ഉണ്ടാവണം. അപ്പൊ ഏറ്റവും നല്ലതും സ്ഥലം കുറച്ചായിട്ടല്ലോ ഓരോ 1:20 പിടിക്കും, അവിടുന്ന് പിടിക്കും 1:20, അതിന് കറക്റ്റായിട്ട് കൊണ്ട് ചെറിയിട്ട് പിടിക്കും. അപ്പോൾ അതിൽ വാസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ എന്നാ പറയുക. പക്ഷെ 100% ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വടക്ക് നോക്കി വെച്ച് കൃത്യമായിട്ട് തന്നെ ആക്കിയെടുക്കണം. അതുപോലെ മിക്ക വീടുകളിൽ ഇപ്പം നമ്മൾ കാണുന്നത് ഒന്നില്ലെങ്കിൽ കന്നിമൂല കട്ട് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ അഗ്നികോൺ കട്ട് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂല കട്ട് ചെയ്ത് അവർ എന്തെങ്കിലും ഒക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ആകെ കേരളത്തിൽ മൊത്തം നോക്കുമ്പോൾ ആകെപ്പാടൊരു പ്രശ്നമാണ്. അപ്പൊ അതിന് എന്തെങ്കിലും ഒന്ന് മാറ്റാനായിട്ട് കുറിച്ച് നല്ല ക്ലാസ് എന്തെങ്കിലും ഒക്കെ എടുത്ത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം പോലെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 2 മൂലകളാണ്. ഒന്ന് തെക്ക് പടിഞ്ഞാറും 2 തെക്ക് കിഴക്കും. ഇത് 2ലും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായി പോകും. അതായത് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന മൂലയാണ് നമ്മളെ സമ്പാദ്യം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്,
വരാൻ പോണ തലമുറ, പിന്നെ നമ്മളെ എന്താ പറയുക, സേവിങ്സ് വേണോ, സൗത്ത് വെസ്റ്റ് കറക്റ്റാണോ, ഇല്ലെങ്കിൽ വരുമാനം വരും എവിടെയാ പോണേന്ന് അറിയില്ല. എല്ലാവർക്കും വരുമാനം ഉണ്ട്, പക്ഷേ എവിടെയാ പോണേന്ന് അറിയില്ല. അങ്ങനെയുള്ളത് വരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലിന് വേദന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ വീട്ടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലം ഒന്ന് നോക്കുക. അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരിട്ടിട്ട് കാലിന് ബാധിക്കുക. അത് ഇങ്ങനെയുള്ള. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് അഗ്നികോണ്, തെക്ക് കിഴക്ക്. ആ ഒരു മൂലയാണ് നമ്മളുടെ സാമ്പത്തികം നിശ്ചയിക്കുന്നത്, എസ്പെഷ്യലി ലിക്വിഡ് ക്യാഷ്. ഇപ്പോൾ തെക്ക് കിഴക്ക് മൂല തത്വം അഗ്നി. അപ്പോൾ അവിടെ ഒരു സെപ്റ്റി ടാങ്ക് വന്നാലോ എന്താവുമെന്നറിയോ? 3 കാര്യങ്ങളാണ് ഉണ്ടാകുക. ഒന്ന്, ആധാരം ബാങ്കിലായിരിക്കും, ബാങ്ക് ലോൺ ഉണ്ടാവും. സൗത്ത് ഈസ്റ്റ് അതിൽ ഒരു ഇത്, അതായത് ആ എലമെന്റ് മാറുക എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് നമ്മളെ കേരളത്തിലായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം. പിന്നെ എല്ലാവരും ഡ്യുവൽ പേഴ്സണാലിറ്റി ആവും. വീട്ടിലൊരു സ്വഭാവമായിരിക്കും, പുറമെ വേറെ ഒരു സ്വഭാവമായിരിക്കും. അപ്പോൾ ഈ വാസ്തു നോക്കാതെ പോകുന്ന ഒരുപാട് ഫാമിലി ഇല്ലേ, ഒരുപാട് വീടില്ലേ, അതായത് സ്ക്വയർ ഫ്ലോട്ട് അല്ലാതെ കോർണറിലിരിക്കുന്ന ഫ്ലോട്ട്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൺട്രി എടുക്കുകയാണെങ്കിൽ ഫിൻലാൻഡ്, സ്വീഡൻ, നെതർലാൻഡ്, ഇവിടെ ഒന്നും ഒരു രീതിയിലും ഒന്നിലും വിശ്വാസമില്ല. പക്ഷെ റിച്ച് പീപ്പിൾ ആണ്, അല്ലേ? അപ്പോൾ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അവർക്ക് ഗ്രോത്ത് ഇല്ലേ, അവരുടെ എക്കോണമി ഗ്രോത്ത് ഇല്ലേ, അവരുടെ കൺട്രിയുടെ എക്കോണമി ഗ്രോത്ത് ഉണ്ട്, ആസ് എ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്. അതൊരു നമ്മളൊന്ന് ടോട്ടൽ യൂണിവേഴ്സിന്റെ വാസ്തുവിലൊന്ന് നോക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ കന്നിമൂലയുള്ള രാജ്യം ഏതാണെന്ന് അറിയാം? എല്ലാ വീട്ടിലും ആ രാജ്യത്തിന്റെ ഒരു ടോയ്സ് എങ്കിലും ഉണ്ടാവും നിങ്ങളെ. ചൈന. കാരണം എന്താണെന്ന് അറിയോ ചൈന ഇത്രയും പുരോഗമിക്കണത്? ചൈനേൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് ആക്രമിച്ച് ഇങ്ങനെ വരിക. അപ്പം അദ്ദേഹം ഈ ചൈനയിൽ അങ്ങോട്ട് കടന്നപ്പോഴാണ് ഈ ഹിമാലയം, മൗണ്ട് എവറസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഈ സിംഹക്കുട്ടീനെ ഉണർത്തണ്ട, ഈ സിംഹക്കുട്ടി ഉണർന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ കീഴടക്കും. ഇന്നത് സത്യമാണത്. അപ്പോൾ അതൊക്കെ വിട്ടുകളെ. ഇനി നമ്മൾ വെറുതെ തമിഴ്നാടിനെയും കേരളത്തിനെ എടുക്കുക. അപ്പം ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും കൂടി കേന്ദ്രത്തിൽ പോയി. ആര് പറയുന്നേ എടുക്കുക? കേരള മുഖ്യമന്ത്രി അറിയുന്നതാണ്, തമിഴ്നാട് മുഖ്യമന്ത്രി അറിയണേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ടുപേരും പറയുന്നത് എടുക്കാൻ ശരിക്കും അതിനെന്താ കാരണം എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് എന്ന കേരളത്തിന്റെ എവിടെയാണ്? അറബിക്കടല. അതേ സമയത്ത് തെക്ക് പടിഞ്ഞാറ് തമിഴ്നാട്ടിൻ്റെയോ സഹ്യപർവ്വത. മനസ്സിലാകണുണ്ട് ആ വ്യത്യാസങ്ങൾ. അപ്പം ഇതങ്ങനെയുള്ള ഓരോ സ്ഥലത്തിൻ്റെ അതൊന്ന് ബാധിക്കും. 2, നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഇത് നോക്കിക്കൊള്ളണമെന്ന് പറയാൻ കാരണവും ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറോട് താണില്ല. ബാക്കിയൊക്കെ ഉണ്ട്, നോളേജ് ഉണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും പോകാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ പറയും എന്താ ഇസ്ലാം നോക്കല്ല, അതില്ല, അതൊക്കെ. ഫുജേറയുള്ള കൊട്ടാരത്തിൻ്റെ വാസ്തു കിടക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. അല്ല, പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അത് ഉപയോഗിക്കും. അത് 2 തരത്തിലുള്ള ആളുകളാണ് സാധാരണ വാസ്തു നോക്കുക. ഒന്നുകിൽ അടിയിട്ടണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ തോന്നണം കുറച്ചുകൂടിയും ബെറ്റർ ആക്കണം. അപ്പോഴും നമ്മൾ ഈ തിയറിയിൽ നിന്ന് വിട്ടിട്ട് പ്രാക്ടിക്കലി അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കണം. അപ്പം 100% നമുക്കതിന് റിസൾട്ട് ഉണ്ടാകും. അപ്പോഴാണ് ശരിക്കും നമ്മൾ വെയിറ്റ്. വെറുതെ പറയാണ്, ഭൂമിക്ക് എത്ര തരം ചലനങ്ങളാണുള്ളത്? ഭൂമിക്ക് എത്ര തരം ചലനങ്ങളുണ്ട്? 3 തരം ചലനങ്ങളാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഒന്ന് ടോട്ടൽ സോളാർ സിസ്റ്റവും കൂടി മുന്നിലേക്ക് പോവുകയാണ്. 2, ഭൂമി എവിടെ നിന്ന് എവിടേക്കാണ് തിരിയുന്നത്? സ്വയം കറങ്ങണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. അപ്പൊ എന്താ കിഴക്കുന്ന് എന്താവും? സൂര്യൻ ഉദിച്ചു വരും. എന്തുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നു? കാരണം ഭൂമി തിരിയുന്ന പടിഞ്ഞാറുന്ന് കിഴക്കോട്ടാ. യെസ് ഓർ നോ? അപ്പൊ ഈ കിഴക്കാണ് യഥാർത്ഥത്തിൽ ഇൻകം, വരുമാനം വരിക എന്നുള്ളൊരു ഇത്. അതേ സമയത്ത് പടിഞ്ഞാറ് അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ നഷ്ടങ്ങളായിരിക്കും, നഷ്ടപ്പെടുക. അതേമാതിരി തന്നെ ചെലവ് കൂടുക, ഇതൊക്കെയാവും. അപ്പോൾ അതാണ് ഒന്നാമത്തെ. ഇനി 2ാമത്തെ ചലനോ? ഇതിന് ആൻസർ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളി. ആക്സിസിലാണ് സ്വയം കറങ്ങണത്. ആക്സിസ് അതായത് നമ്മൾ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ സൂര്യന് ചുറ്റും കറങ്ങണം. അതാണല്ലോ പറഞ്ഞ റൊട്ടേഷൻ. അതാണ് ഇപ്പൊ ആദ്യം പറഞ്ഞത്. ആക്സിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?